സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന KSRTCയിൽ നല്ലൊരു മാറ്റത്തിന്റെ പുതിയ കാലമാണ്. കാരണം തവണകളായി ലഭിച്ചിരുന്ന ശമ്പളമൊക്കെ എല്ലാ മാസവും 1-ാം തീയതി നൽകി തുടങ്ങിയത് തന്നെ ജീവനക്കാർക്ക് വലിയ ആശ്വാസമാണ്. ഇതിനൊക്കെയും പുറമെ സമഗ്ര ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കിയത് മുതൽ കൊറിയർ സർവീസ് അടക്കം നൂതന വരുമാന മാർഗങ്ങൾ വരെ KSRTCയിൽ ചലനമുണ്ടാക്കിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുതിയ 143 ബസ്സുകൾ കൂടി നിരത്തിലേക്ക് ഇറങ്ങിയതോടെ KSRTCയുടെ മുഖം തന്നെ മാറുകയാണ്. കരകയറുന്ന KSRTC ന്യൂസ് മലയാളത്തിന്റെ പരമ്പരയിലേക്ക്. KSRTC ഒരു പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. അതും ഇന്ത്യയിലെ തന്നെ ഏറ്റവും നൂതനവും നല്ല ആളുകൾക്ക് ഉപയോഗപ്രദമായതുമായ ബസ്സുകളാണ് വരാൻ പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയും അഴിമതി വിവാദങ്ങളും തൊഴിലാളി സമരങ്ങളും ഒക്കെ അലട്ടിയിരുന്ന KSRTC ഇനി ഒരിക്കലും രക്ഷപ്പെടില്ലെന്ന് ഉറപ്പിലായിരുന്നു എല്ലാവരും. ശമ്പളവും പെൻഷനും നൽകാനാകാതെ നിലനിൽപ്പിനായി വായ്പകളും കൺസോർഷ്യവും ഒക്കെയായി ഞെരുങ്ങി മുന്നോട്ടു പോയതല്ലാതെ പ്രതിസന്ധിക്ക് ഒരു പരിഹാരവും ഉണ്ടായിരുന്നില്ല. എന്നാൽ KB ഗണേഷ് കുമാർ ഗതാഗത മന്ത്രിയായതോടെ KSRTCക്ക് ശാപമോക്ഷം കിട്ടി. ക്രെഡിറ്റ് റേറ്റിംഗ് ഉയർത്തിയ KSRTCയിൽ ശമ്പളം 1-ാം തീയതി ജീവനക്കാരുടെ പോക്കറ്റിലെത്തുന്നുണ്ട്. കുറച്ചു കാലമായി തവണകളായി കിട്ടിയിരുന്ന ശമ്പളം മാസം ആദ്യം കിട്ടിത്തുടങ്ങിയതോടെ ജീവനക്കാരും ഹാപ്പി. സന്തോഷത്തോടെ അവർ നന്മയ്ക്കും സന്തോഷത്തിനും ഡബിൾ ബെല്ല് കൊടുത്തു. ഇന്ത്യയിലെ മുഴുവൻ ഡെപ്പോസിറ്റേഴ്സിന് വിശ്വസ്തത നശിച്ച ആ സ്ഥാപനത്തെ വീണ്ടും കടങ്ങൾ തീർത്ത് റിവൈവ് ചെയ്ത് കൊണ്ടുവരാൻ അദ്ദേഹം ഏറ്റവും അധികം കോടാനുകോടി രൂപയുടെ സഹായമാണ് അദ്ദേഹം നേരിട്ട് ഇടപെട്ട് ചെയ്തു തന്നത് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് KSRTC ജീവനക്കാർ 1-ാം തീയതി ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ പ്രവർത്തിച്ച ചാലക ശക്തി, അതിനുവേണ്ടി വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്തത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പിന്തുണ കൊണ്ട് മാത്രമാണ്. അദ്ദേഹം KSRTCയോട് കാണിക്കുന്ന പ്രത്യേക പരിഗണനയാണ് ഇത്രയും അധികം വണ്ടികൾ ഇവിടെ വന്നത്. 1938-ൽ 33 ബസ്സുകളുമായാണ് ട്രാൻസ് സർവീസ്. KSRTCക്ക് 5013 ബസ്സുകളാണ് ഇന്നുള്ളത്. സ്വിഫ്റ്റിന് 447 ബസ്സുകളും പുതുതായെത്തിയ ബസ്സുകളെ കൂടാതെയുള്ള കണക്കാണിത്. ശരാശരി 4500ഓളം ഷെഡ്യൂളുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ വർഷം ജൂൺ മാസം വരെയുള്ള കണക്കനുസരിച്ച് 22,396 സ്ഥിരം ജീവനക്കാരും KSRTCയിൽ പണിയെടുക്കുന്നു. ടിക്കറ്റും ടിക്കറ്റേതര വരുമാനവും ഒക്കെ കൂടിച്ചേർത്ത് ശരാശരി 215 കോടിയാണ് പ്രതിമാസം KSRTCക്ക് ലഭിക്കുന്നത്. ഓരോ മാസവും ഇതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാറുണ്ട്. ഇതിൽ ശമ്പളവും ഇന്ധനച്ചെലവും ഒക്കെ കൂടി ഭൂരിഭാഗവും ചെലവാകും. എന്നാൽ ഇപ്പോൾ SBIയിൽ നിന്ന് ഓവർ ഡ്രാഫ്റ്റ് എടുത്ത് ശമ്പളം 1-ാം തീയതിയാക്കി. 77.3 കോടി രൂപ ശമ്പള ഇനത്തിൽ വേണം. ദിവസ വരുമാനത്തിൽ നിന്നും ഒരു നിശ്ചിത തുക നീക്കിവെച്ച് കുടിശ്ശികകൾ ഒടുക്കുന്നതിനുള്ള നടപടികളിലൂടെയാണ് ഇപ്പോൾ സാമ്പത്തിക മാനേജ്മെന്റ് മുന്നോട്ടു പോകുന്നത്. 1ഉം 2ഉം പിണറായി സർക്കാരുകൾ ഇതുവരെ 11,597.21 കോടിയാണ് KSRTCക്ക് സഹായമായി നൽകിയത്. യാത്രക്കാരാണ് പൊതുഗതാഗത സംവിധാനത്തിന്റെ നെടും തൂണെന്നതുപോലെ ജീവനക്കാരെയും പരിഗണിച്ച് മുന്നോട്ടു പോകാനുള്ള ശ്രമത്തിലാണ് മാനേജ്മെന്റ്. ഇതിൽ ജീവനക്കാർക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയാണ് എടുത്തു പറയേണ്ടത്. അപകട മരണം, പൂർണ്ണ വൈകല്യം എന്നിവയ്ക്ക് 1 കോടി ഉൾപ്പെടെ വിദ്യാഭ്യാസ ധനസഹായം വരെ ഇൻഷുറൻസിന്റെ ഭാഗമാക്കി. ആരോഗ്യ പ്രശ്നങ്ങൾക്കും ജീവിതശൈലി രോഗനിർണയത്തിനുമായി ഓൺലൈൻ മെഡിക്കൽ കൺസൾട്ടേഷൻ ആരംഭിച്ചു. പെൻഷൻ ആനുകൂല്യങ്ങളും കുടിശ്ശികകളും വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ മുന്നോട്ടു പോകുന്നു. ബസ് സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യ വികസനം മുതൽ വൈഫൈ, ക്യാമറ തുടങ്ങിയ ആധുനികവത്കരണം കൂടിയായതോടെ പുനരുദ്ധാരണത്തിന്റെ ഡിജിറ്റൽ മാതൃകയാണ് KSRTC പരീക്ഷിക്കുന്നത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.